കുറച്ചു ദിവസം മുൻപാണ് ബാലയുടെ മുൻ ഭാര്യ അമൃത സുരേഷും സഹോദരി അഭിരാമി സുരേഷും താൻ മാനസികമായി തകർന്നിരുന്ന സമയത്ത് ബാലയ്ക്കെതിരെ കേസ് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതായി എലിസബത്ത് ഉദയൻ വെളിപ്പെടുത്തിയത്. ഇരുവരുടെയും പേര് പറയാതെയായിരുന്നു എലിസബത്തിന്റെ ആരോപണം. തന്റെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെ അമൃതയുമായി ബന്ധപ്പെടുത്തി വന്ന കമന്റിന് മറുപടി പറയുകയായിരുന്നു എലിസബത്ത്. ഇവിടെ വിഷയം ബാലയാണല്ലോ, അതിനെന്തിനാ അമൃതയെ കുറ്റപ്പെടുത്തുന്നത്? ഞങ്ങൾക്ക് നിങ്ങളും അമൃതയുമൊക്കെ ഇരകളല്ലേ എന്ന് തുടങ്ങുന്ന ഒരു കമന്റിനാണ് എലിസബത്ത് മറുപടി നൽകിയത്. തന്നെ ആരൊക്കെ ചതിച്ചു പീഡിപ്പിച്ചു എന്ന് തനിക്ക് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയായിരിക്കും, എന്നാൽ എന്നെ അവർ രണ്ടുപേരും പലതരത്തിൽ ചതിച്ചിട്ടുണ്ട് എന്നും കൂട്ടിച്ചേർത്തു. നിങ്ങളുടെ മകൾ ഞാൻ നേരത്തെ പറഞ്ഞ തരത്തിലെ അനുഭവങ്ങളിലൂടെ കടന്നുപോയെന്ന് കരുതുക. ഇക്കാര്യങ്ങൾ വിശ്വസിച്ച് ഒരാളോട് പറയുന്നു. ആ കോൾ റെക്കോർഡ് ചെയ്യരുതെന്നും രഹസ്യമാക്കി വെക്കണമെന്നും അപേക്ഷിക്കുന്നു. പിറ്റേന്ന് നിങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഇതെല്ലാം മാധ്യമങ്ങളിൽ വരുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ മെസ്സഞ്ചറിൽ തെളിവ് നൽകാമെന്നും പറയുന്നു. ഇത് നിങ്ങളുടെ മകൾക്കാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾക്ക് എന്തു തോന്നും? ഇങ്ങനെയാണ് കമന്റിട്ട വ്യക്തിയോട് എലിസബത്ത് ചോദിച്ചത്. എന്നാൽ ഇപ്പോൾ മറ്റുള്ളവരെ മാനസികമായി പിന്തുണച്ചതിന്റെ പേരിൽ തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്ന കുറിപ്പുമായി എത്തിയിരിക്കുകയാണ് ഗായിക അഭിരാമി സുരേഷ്. സഹായിക്കണമെന്ന് കരുതി ചെയ്തതിനെ അവർ ഉപദ്രവമായാണ് കരുതിയതെന്നും സത്യങ്ങൾ വളച്ചൊടിച്ച് അവർ തനിക്കെതിരെ ആയെന്നുമാണ് അഭിരാമി പറയുന്നത്. എന്റെ മാനസികാവസ്ഥ ദുർബലമായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ ശരിയായി വരുന്നു. ചിലപ്പോൾ കാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ വില്ലനായി മാറുന്നു. അതിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കരുണയോടെയുള്ള ഒരു ആംഗ്യം പോലും തെറ്റിദ്ധാരണയുണ്ടാക്കും. മനസ്സിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമായി വളച്ചൊടിക്കപ്പെട്ടേക്കാം. ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലതെന്ന തിരിച്ചറിവ് അപ്പോഴും ഉണ്ടാകും. നിങ്ങളുടെ വഴികൾ ചിലപ്പോൾ പരുക്കനും മുള്ളുകളും മൂർച്ചയേറിയ ആഗ്രഹങ്ങളും നിറഞ്ഞതായിരിക്കും. അത് ചിലപ്പോൾ വേദനിപ്പിക്കും. എന്നാൽ പിന്നീട് ആ മുറിവുകൾ ഉണങ്ങും. കാലം അതിനെ സുഖപ്പെടുത്തും. ഇങ്ങനെയുള്ള ഒരു ലോകത്ത് മറ്റുള്ളവരെ പിന്തുണയ്ക്കുന്നത് നേർത്ത ഐസ് പാളിയിലൂടെ നടക്കുന്നതിന് സമമാണ്. അത് എപ്പോൾ പൊട്ടി വീഴുമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല. ഇത് കലിയുഗമാണ്. ഇവിടെ സത്യങ്ങൾക്ക് പ്രഭ കെട്ടുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ആളുകൾ കാണുകയുള്ളൂ. നല്ല ഉദ്ദേശത്തോടെ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നത് വേദനാജനകമാണ്. ഇനിയെങ്കിലും നിങ്ങൾ വിശദീകരണങ്ങൾ നൽകുന്നത് നിർത്തിക്കൂടെ? നിങ്ങൾ നിസ്സഹായരാണെങ്കിലും നിങ്ങൾ സഹായങ്ങൾ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളെ തെറ്റായി ചിത്രീകരിക്കാൻ മറ്റുള്ളവർക്ക് കഴിയും. അത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതെല്ലാം ഉപേക്ഷിച്ച് മുന്നോട്ട് നീങ്ങുക. അന്യായങ്ങൾ സംഭവിക്കുമ്പോൾ അതെല്ലാം നേരെയാക്കാൻ കാലം തന്നെ ഒരു വഴി കാണിച്ചു തരും. ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയവരോടാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ചില യുദ്ധങ്ങൾ പോരാടി ജയിക്കാനുള്ളതായിരിക്കില്ല. പിൻവലിയുക എന്നതാണ് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല കാര്യം. സ്വയം ചേർത്ത് പിടിക്കുക, മുന്നോട്ട് നീങ്ങുക. ഇതാണ് അഭിരാമി സുരേഷിന്റെ കുറിപ്പ്. അമൃത സുരേഷിനെയും അഭിരാമി സുരേഷിനെയും പരോക്ഷമായി വിമർശിച്ച എലിസബത്തിനോടുള്ള പ്രതികരണമായിട്ടാണ് ഇത്രയും ദീർഘമായുള്ള ഒരു കുറിപ്പിനെ പ്രേക്ഷകർ കാണുന്നത്.